തെരഞ്ഞെടുപ്പിൽ തന്നെ പരാജയപ്പെടുത്താൻ കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. അന്വേഷണ കമ്മീഷനെ വച്ചതിനാൽ കൂടുതലൊന്നും പറയുന്നില്ല. ഫേസ്ബുക്കിൽ തെറിവിളിച്ച സംഭവത്തിൽ അഡ്മിനെ നീക്കം ചെയ്തെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. ചില കോൺഗ്രസ് നേതാക്കളെ വിമർശിച്ച് ഫേസ്ബുക്കിലിട്ട പോസ്റ്റിൽ ഉറച്ചു നിൽക്കുന്നു. കോൺഗ്രസ് പ്രവർത്തകരുടെ വികാരമാണ് പോസ്റ്റിലുള്ളത്. ചില നേതാക്കൾ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്താൻ ശ്രമിച്ചു. പൊടിക്രിയകൾ ചെയ്ത് ഓഫീസിലും വീട്ടിലും ചില സാധനങ്ങൾ കൊണ്ടുവച്ചു. അന്വേഷണ കമ്മീഷനെ നിയമിച്ച സാഹചര്യത്തിൽ കൂടുതൽ പറയുന്നില്ല. ബാലകൃഷ്ണൻ പെരിയ മോശമായി പെരുമാറിയവരെല്ലാം കമ്മീഷന് മുന്നിൽ മൊഴി നൽകുമെന്നും തെളിവുകൾ കയ്യിലുണ്ടെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. 56 വർഷത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള കോൺഗ്രസിലെ ഏറ്റവും സീനിയറായ എന്നെക്കുറിച്ച് ഒരു KPCC സെക്രട്ടറി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇട്ട കാര്യങ്ങൾ വളരെ ഗുരുതരമാണ്. ഈ അയാൾ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലെ ഏതെങ്കിലും ഒരു ആരോപണം അയാൾ തെളിയിച്ചാൽ പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ രാജ്മോഹൻ ഉണ്ണിത്താന് തുടരാൻ അർഹതയില്ല. ഞാൻ ആ നിമിഷം കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വം രാജിവെക്കും. ഉണ്ണിത്താന്റെ വെരിഫൈഡ് ഫേസ്ബുക്ക് അക്കൗണ്ടിൽ നിന്ന് കോൺഗ്രസ് നേതാവിനെ തെറിവിളിച്ച കാര്യം ഉണ്ണിത്താൻ സ്ഥിരീകരിച്ചു. പേജ് കൈകാര്യം ചെയ്തിരുന്ന അഡ്മിന്മാരെ പുറത്താക്കിയെന്ന് പറഞ്ഞ ഉണ്ണിത്താൻ കാസർകോട്ടെ സോഷ്യൽ മീഡിയ ചുമതലയുള്ള ഡാർലിൻ ജോർജ് കടവൻ തെരഞ്ഞെടുപ്പ് കാലത്ത് ലണ്ടന്റെ സൗന്ദര്യം ആസ്വദിച്ച് നടക്കുകയായിരുന്നുവെന്ന് പരിഹസിച്ചു. ഡാർലിൻ എന്ന് പറയുന്ന ആള് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിലെ ഹെഡാണ് കാസർകോട്ട്. അയാൾ ലണ്ടനിൽ ഇരുന്നുകൊണ്ട് അതൊക്കെ ചെയ്യുന്നത് കൂട്ടിക്കോണം. ഇവിടെ നരേന്ദ്രമോദിക്കെതിരെ ഒരു യുദ്ധം നടക്കുകയാണ്. ആ യുദ്ധത്തിൽ പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കേണ്ട ഒരാൾ ലണ്ടനിലെ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് അദ്ദേഹം ഇങ്ങനെ അവിടെ നിൽക്കുന്ന സഞ്ചാര സാഹിത്യമൊക്കെ ഇങ്ങനെ അറിയിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ പൊറ്റക്കാരനെ പോലെ ലണ്ടനിലെ മനോഹരമായ സ്ഥലങ്ങളൊക്കെ എടുത്തു. ബാലകൃഷ്ണൻ പെരിയ പറഞ്ഞ ഏതെങ്കിലും ഒരു ആരോപണം തെളിയിച്ചാൽ കോൺഗ്രസിൽ നിന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ രാജിവെക്കും. MP സ്ഥാനമൊഴിയും. KPCC നേതൃത്വത്തിന്റെ പിന്തുണ തനിക്കുണ്ടെന്നും ഉണ്ണിത്താൻ പറഞ്ഞു. കൈരളി ന്യൂസ്, കാസർഗോഡ്.